ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 6-ാം തീയതി. ഈ ദിവസം എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് സംഖ്യാപുസ്തകം 5-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം മറ്റധ്യായങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായൊരു അധ്യായമാണ്. ഈ അധ്യായത്തിന് തലക്കെട്ടെന്ന് പറയുന്നത് അപരാധജ്ഞാപകമായ ഭോജനയാഗമെന്നാണ്. അപരാധജ്ഞാപകമായ ഭോജനയാഗം എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷന് തൻ്റെ ഭാര്യയുടെ ലൈംഗിക ശുദ്ധിയെക്കുറിച്ച് സംശയം തോന്നിയാൽ താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഒരു പുരുഷനും തൻ്റെ ഭാര്യയുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യരുത്. കാരണം തൻ്റെ ഭാര്യ തന്നോട് വിശ്വസ്തയല്ല എന്നൊരു പുരുഷന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബജീവിതം മുന്നോട്ട് പോവുക പ്രയാസമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ സമൂഹത്തിലുമുണ്ട്. ചില ഭാര്യമാർ അന്യപുരുഷന്മാരുമായി ബന്ധപ്പെടും, ചില പുരുഷന്മാർ അന്യഭാര്യമാരുമായി ബന്ധപ്പെടും. ഇവിടെ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ സംശയിക്കുന്നു. താൻ വ്യക്തമായ തെളിവില്ല എങ്കിലും തനിക്കൊരു സംശയമുണ്ട്. വേറെ ഏതോ പുരുഷനെ ഈ സ്ത്രീ കാണുന്നുണ്ട്, ആ പരപുരുഷനുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് തനിക്ക് സംശയം വന്നു. സംശയം വരുവാനുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ തനിക്കുണ്ടായതുകൊണ്ടാണല്ലോ സംശയം വരുന്നത്. എന്നാൽ ആ സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഭാര്യയെ സംശയിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വീട്ടിൽ ഭാര്യയുമായി ഒത്ത് ജീവിക്കുന്നത്? ഭർത്താവിനെ സംശയിച്ചുകൊണ്ട് എങ്ങനെയാണ് ഭർത്താവുമായിട്ട് വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്നത്? അത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നിനക്ക് അങ്ങനെ നിൻ്റെ ഭാര്യയിലൊരു സംശയം തോന്നിയാൽ ആ സംശയവും കൊണ്ട് നീ ഇങ്ങനെ മുന്നോട്ട് പോകരുത്. അതിന് പകരം ആ സംശയത്തെ നീ നിവാരണം ചെയ്യണം. അതിന് ദൈവം ചെയ്തിരിക്കുന്ന ഒരു ക്രമീകരണമാണ് ഈ അപരാധ ജ്ഞാപകമായ ഭോജനയാഗം എന്നുള്ളത്. എന്താണിത്? ഒരു സംശയം തോന്നുന്നതായിരിക്കുന്ന ആ സ്ത്രീയുടെ ഭർത്താവ് ഭോജനയാഗത്തിനുള്ള മാവ് പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അതിൽ നിന്ന് ഒരു പിടി മാവ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അതിനുശേഷം തിരുനിവാസത്തിൻ്റെ നിലത്തിലെ പൊടിയിൽ നിന്ന് ഒരു പിടി പൊടിയെടുത്ത് ഒരു കലത്തിലെ വെള്ളത്തിൽ കലക്കണം. പുരോഹിതൻ അവൾ ചെയ്തു എന്ന് സംശയിക്കുന്ന പാപം ഒരു പുസ്തകത്തിലെഴുതി ആ പുസ്തകം കയ്പ് വെള്ളത്തിൽ കഴുകി കലക്കിയ ശേഷം ആ സ്ത്രീയുടെ മുടി അഴിച്ചിട്ട് ഈ കയ്പേലം ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് അവളോട് കുടിക്കാനായിട്ട് പറയണം. അപ്പോൾ അവൾ കുടിക്കുമ്പോൾ അവിശ്വസ്തത, ഭർത്താവിനോട് ലൈംഗിക അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഉദരം വീർക്കുകയും മരിക്കുകയും ചെയ്യും. എന്നാൽ അവൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾക്കൊന്നും ഭവിക്കില്ലെന്ന് മാത്രമല്ല, അവൾ വീണ്ടും ഗർഭം ധരിച്ച് പ്രസവിക്കും. അങ്ങനെ ഭർത്താവിൻ്റെ സംശയം മാറുമെന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്യാനായിട്ട് ഒക്കുമോ എന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇന്ന് പിന്നെ ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തല്ലുക, അടിക്കുക, വഴക്ക് കെട്ടുക, പിന്നെ പറഞ്ഞു വിടുക, അല്ലെങ്കിൽ പോയി വിവാഹമോചനങ്ങൾ തേടുക എന്നൊക്കെയാണ്. പഴയ നിയമത്തിൽ ദൈവം അങ്ങനെയുള്ള ക്രമീകരണമല്ല ചെയ്തത്. ഒരു ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്ത ശേഷം ഭാര്യ തെറ്റ് ചെയ്തിട്ടില്ലാത്തൊരു ഭാര്യയാണെങ്കിൽ എങ്ങനെയാണ് ഭർത്താവിനോട് കൂടെ പിന്നെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്നെ ഇത്രയധികം സംശയിക്കുകയും ഈ കയ്പുകളും ചാരവും എന്നെ കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തു എൻ്റെ ഭർത്താവ്. ഇനി ഈ മനുഷ്യനെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നത്? ദൈവം അതിനുള്ളതായിരിക്കുന്ന കൃപയൊക്കെ തരുമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ പക്ഷേ ഒരു കാര്യം ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കുടുംബജീവിതത്തിൽ ലൈംഗിക വിശ്വസ്തത ഒഴിച്ചുകൂടാത്ത ഒന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. കുടുംബജീവിതത്തിൽ ലൈംഗിക വിശ്വസ്തത ഒഴിച്ചുകൂടാത്ത ഒന്നാണ്. ഭാര്യയായാലും ഭർത്താവായാലും അവരുടെ തുണയോട്, ഇണയാളിയോട് 100% വിശ്വസ്ത പുലർത്തണം. മാട്രിമോണിയൽ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ അല്ല. അത് തിരഞ്ഞെടുക്കുക എന്ന തിരഞ്ഞെടുപ്പിൻ്റെ വിഷയമല്ല. അത് കമ്പൽസറി വിഷയം, നിർബന്ധ വിഷയമാണ്. വിവാഹം കഴിച്ച ഏതൊരു പുരുഷനും തൻ്റെ ഭാര്യയോട് 100% വിശ്വസ്ത പുലർത്തണം. അതുപോലെ തന്നെ ഏത് ഭാര്യയും തൻ്റെ ഭർത്താവിനോട് 100% വിശ്വസ്ത പുലർത്തണം. വിശ്വസ്ത പുലർത്തണമെന്ന് മാത്രമല്ല, ഭാര്യയിൽ ഭർത്താവിനും ഭർത്താവിൽ ഭാര്യയ്ക്കും 100% കോൺഫിഡൻസ്, ആ ഒരു ഉറപ്പ്, തൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, തന്നോടുള്ള വിശ്വസ്തയെക്കുറിച്ച് ഉറപ്പുണ്ടായിരിക്കണം. സംശയം വന്നാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്യാനൊക്കെയില്ല. ദൈവാലയമില്ല, നമ്മൾ യഹൂദന്മാരുമല്ല, അതുകൊണ്ട് ഈ വിധ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയില്ല. പക്ഷേ ഇന്ന് പിന്നെ ചെയ്യുന്നത് കൗൺസിലിംഗാണ്. ഭർത്താവ് ഒരു കൗൺസിലർക്ക് പോവുക, കാര്യങ്ങൾ പറയുക, എൻ്റെ ഭാര്യ എന്നോട് അവിശ്വസ്തയായിരിക്കുന്നു എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഭാര്യയെ വിളിപ്പിക്കുക. ഭാര്യയ്ക്കും ഭർത്താവിനും ആവശ്യമായിരിക്കുന്ന കൗൺസിലിംഗ് കൊടുക്കുക. സത്യസന്ധയായ ഭാര്യയാണെങ്കിൽ തെറ്റ് പറ്റിപ്പോട്ടെങ്കിൽ അതൊക്കെ അന്യോന്യം ഏറ്റുപറഞ്ഞ് ക്ഷമയൊക്കെ ചോദിക്കും. അത് അന്യോന്യം ക്ഷമിക്കും. അതൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം നാം ഈ വിഷയത്തിൽ ഓർത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, കുടുംബജീവിതത്തിൽ ലൈംഗിക വിശ്വസ്തത ഒഴിച്ചുകൂടാത്തതാണ്. അപരാധജ്ഞാപക ഭോജനയാഗം കുടുംബജീവിതത്തിൻ്റെ അടിത്തറ വിശ്വസ്തതയാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നൽകിയിട്ടുള്ളതാണ്. സംശയത്തോടുകൂടി ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. എങ്ങനെ സാധിക്കും?
ഒരാളുടെ ഭാര്യ തന്നോട് അവിശ്വസ്ത കാണിക്കുന്നു, പരപുരുഷനുമായി ബന്ധപ്പെടുന്നു എന്ന് തൻ്റെ മനസ്സിൽ ഒരു സംശയം വെച്ചുകൊണ്ട് താൻ ജീവിച്ചാൽ, ഭാര്യ ഇതൊന്നും ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പോലും ഭർത്താവ് സംശയിക്കുന്നതായിരിക്കുന്ന കാലഘട്ടത്തെ ഭാര്യയെ സ്നേഹിക്കാനോ ഭാര്യയോട് സമാധാനമായി സംസാരിക്കുവാനോ ഇടപെടാനോ ഒന്നും അദ്ദേഹത്തിന് കഴിയുകയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മതിക്കുന്നതായിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഭാര്യ എന്നോട് അവിശ്വസ്തയാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് പിന്നെ കൗൺസിലിങ്ങിന് പോയി അതൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഞാൻ പറയാം, ഏറ്റവും ബെസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ബെസ്റ്റ് പോളിസി ഭാര്യയും ഭർത്താവും വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും വിശ്വസ്തരായിരിക്കുക. ഭർത്താവിന് ഭാര്യയെ സംശയിക്കത്തക്കതായിരിക്കുന്ന യാതൊരു സാഹചര്യവും ഭാര്യ ഉണ്ടാക്കാതിരിക്കുക. ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയിക്കുവാൻ കാരണമാകുന്ന ഒരു സാഹചര്യം ഒരു ഭർത്താവ് ഉണ്ടാക്കുവാൻ അനുവദിക്കരുത്. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സംശയിക്കുവാൻ അവസരം ഞാൻ കൊടുക്കുകയില്ല എന്ന ഓരോ ഭർത്താവും, എൻ്റെ ഭർത്താവിനെ എന്നെ സംശയിക്കുവാൻ അവസരം ഞാൻ അനുവദിക്കുന്നതല്ല എന്ന ഭാര്യയും പറഞ്ഞ് സൂക്ഷ്മതയോടെ ജീവിച്ചാൽ ഈ അപരാധജ്ഞാപക യാഗങ്ങളും ഈ പൊടിതീറ്റലും വെള്ളം കുടിക്കലും ഒന്നും നമുക്ക് ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പോകുവാനായിട്ട് കഴിയും. ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിൽ ഏറ്റവും അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ലൈംഗിക വിശ്വസ്തത എന്ന് പറയുന്നത്. ലൈംഗിക അവിശ്വസ്തം മരണകരമായ പാപമാണെന്നാണ് പുതിയ നിയമത്തിലും പറയുന്നത്. അതങ്ങനെ തന്നെയാണ് പറയുന്നത്. വിവാഹമോചനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവം ഒട്ടും വിവാഹമോചനം അനുവദിക്കുന്ന ഒരാളല്ല. എന്നാൽ വിവാഹപൂർവ്വ സമയത്ത് ഒരു സ്ത്രീ അത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് അവിശ്വാസം പുലർത്തിയാൽ അത് വിവാഹമോചനത്തിന് മതിയായ കാരണമായിട്ട് എന്ന് കരുതിയിരുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവിൻ്റെ വളർത്തച്ഛനായിരിക്കുന്ന ജോസഫ് കർത്താവിൻ്റെ അമ്മയായ മറിയമിനെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചത്. കാരണം മറിയ ഗർഭിണിയാണ് എന്ന തോന്നൽ തനിക്കുണ്ടായി. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അതുകൊണ്ട് താൻ പറഞ്ഞു, രഹസ്യമായി ഞാൻ അവളെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം ഇടപെട്ട് അങ്ങനെയല്ല ജോസഫെ, അവൾ പരിശുദ്ധാത്മാവിനാൽ ആണ് ഗർഭം ധരിച്ചിരിക്കുന്നത്. അവളിൽ ഉളവായത് ഒരു വിശുദ്ധ പ്രജയാണ്. തത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ജനം ധരിച്ച് അവളിലേക്ക് വന്നിരിക്കുന്നത് എന്ന കാര്യം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ജോസഫ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് ആ സംശയങ്ങളൊക്കെ മാറി. അതുകൊണ്ട് ലൈംഗിക സംശയം എന്ന് പറയുന്നത് ഗൗരവമായൊരു കാര്യമാണ്. ലൈംഗിക അവിശ്വസ്തത എന്ന് പറയുന്നത് മാരകമായിരിക്കുന്നൊരു പാപമാണ്. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ പുതിയ നിയമത്തിലും വിവാഹ ജീവിതത്തിലെ അവിശ്വസ്തത വളരെ വലിയ പാപമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് പുരുഷൻ ചെയ്താലും സ്ത്രീ ചെയ്താലും ഗൗരവമുള്ള പാപമാണ്. സഭയുടെ അച്ചടക്കത്തിന് വിധേയമായ പാപമാണ് ലൈംഗിക പാപങ്ങളെന്ന് പറയുന്നത്. ആ ദുഷ്ടനെ നിങ്ങളുടെ കയ്യിൽ നീക്കിക്കളയുക എന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്. അവനെ ദുഷ്ടനെന്നാണ് വിളിച്ചത്, ദുഷ്ടനെ. അവൻ സാധാരണ മനുഷ്യനേക്കാൾ ഗൗരവമായ പാപമാണ് ചെയ്തത്. കാരണം അവൻ്റെ സ്റ്റെപ്പ് മദറിനെ, അവൻ്റെ അപ്പച്ചപ്പൻ്റെ രണ്ടാം ഭാര്യയെ അവൻ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നത് വളരെ ഗൗരവമാണ്. ആ ദുഷ്ടനെന്നാണ്, ആ ദുഷ്ടനായ മനുഷ്യനെ സാത്താനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. സാത്താൻ ജലസംഹാരം നടത്തേണ്ടതായിരിക്കുന്ന മാരകമായിരിക്കുന്നൊരു പാപമാണ്. ലൈംഗിക പാപങ്ങൾ പലതും അങ്ങനെ തന്നെയാണ്. ആർക്കും ഒരിക്കലും വിശുദ്ധിയോടെ ലൈംഗിക പാപം ചെയ്യാനൊക്കുകയില്ല. കാരണം അത് പാപമാണ്, അത് ഏറ്റവും നീചമായ പാപമാണ്. എല്ലാ പാപവും ശരീരത്തിന് പുറത്താണ്. വ്യഭിചാരം ചെയ്യുന്നവനോ തൻ്റെ സ്വന്തം ശരീരത്തിനെതിരായിട്ട് വ്യഭിചാരം ചെയ്യുന്നുവെന്നാണ്. എത്ര ഭയങ്കരമായിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഭാര്യയെ സംശയിക്കുന്നത് തെറ്റാണ്. എന്നാൽ സംശയത്തോടുകൂടെ ജീവിതം തുടരുവാൻ അനുവാദവുമില്ല. സംശയത്തിന് നിവാരണം വരുത്തണം. കുടുംബജീവിതത്തിൻ്റെ പവിത്രത നിലനിർത്തുവാൻ അത് ആവശ്യമാണ്. ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ സംശയം കൂടാതെ ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഒരുക്കേണ്ടത്. അത് ഭാര്യയെ ഭർത്താവ് എന്നും തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ആശയവിനിമയങ്ങൾ നടത്തുകയും അവരുടെ ശാരീരിക ബന്ധങ്ങളിൽ അവർ വിശ്വസ്ത പുലർത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഭാര്യയും സംശയിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയട്ടെ. കുടുംബജീവിതത്തിൽ ലൈംഗിക വിശ്വസ്തത വളരെയേറെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റ് കാര്യങ്ങളിൽ അവിശ്വസ്ത വരുന്നതിനേക്കാൾ എത്രയോ ഗൗരവമാണ്. സാമ്പത്തിക അവിശ്വസ്ത വന്നതെന്ന് പറയാം, ഒരുപക്ഷെ വന്നേക്കാം, അതും തെറ്റാണ്. പക്ഷേ ലൈംഗിക അവിശ്വസ്തത എന്ന് പറയുന്നത് വളരെ ഗൗരവമായ പാപമാണ്. ദൈവം വെറുക്കുന്ന പാപം, മനുഷ്യൻ വെറുക്കുന്ന പാപം. അതുകൊണ്ട് അങ്ങനെയുള്ള പാപങ്ങൾ ഇടപെടാതെ എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന വിവാഹിതരോട് ഞാൻ പറയട്ടെ, ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാതെ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ സംശയിക്കുവാനോ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സംശയിക്കുവാനോ ഒരു അവസരം പോലും നൽകാതെ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. അവിവാഹിതരായ ആളുകളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ അവിവാഹിത അവസ്ഥ ശുദ്ധമായിരിക്കട്ടെ. നിങ്ങൾക്കൊരു ശുദ്ധ മനസാക്ഷിയോടുകൂടെ വിവാഹം കഴിച്ച വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ലൈംഗിക ഭാവങ്ങളിൽ ഇടപെടരുത്. ലൈംഗികതയുമായി നിങ്ങൾ ഒരിക്കലും ലാഘവമായ ഒരു മനോഭാവം പുലർത്തരുത്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.